പാലക്കാട് മുണ്ടൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകും. അതേസമയം വന്യമൃഗ ശല്യത്തിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ മുണ്ടൂരിൽ പ്രതിഷേധ മാർച്ചും ഹർത്താലും നടത്തി. പ്രദേശത്ത് ഹർത്താലും അടക്കമുള്ള വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സച്ചിൻ, എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിച്ചത്? മറ്റ് നടപടികളൊക്കെ? ജിംഷാദ്, വീണ്ടും സംസ്ഥാനത്തൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പാലക്കാട് മുണ്ടൂരിൽ ദാരുണമായ സംഭവം നടന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് രാവിലെ CPIM-ന്റെ അടക്കം നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ വന്യമൃഗ ശല്യം നേരിടുന്നതിന് വേണ്ടിയുള്ള നിയമത്തിനെതിരെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPIM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മുണ്ടൂരിൽ ഹർത്താലും ആചരിച്ചു. 10 മണിയോടുകൂടെ അലന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെയാണ് അലന്റെ സംസ്കാരം നടക്കുക. അലന്റെ അമ്മയ്ക്കും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അമ്മയെ വിദഗ്ധ ചികിത്സക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി സാമ്പത്തിക സഹായം അടക്കം കുടുംബത്തിന് അനുവദിച്ചിട്ടുണ്ട്. അലന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും അമ്മയുടെ ചികിത്സക്കായി ആദ്യഘട്ടം എന്ന രീതിയിൽ 1 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. CPIM-ന്റെയും അതേപോലെ തന്നെ ജനപ്രതിനിധികൾ അടക്കം ജനങ്ങളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക സഹായം അടിയന്തരമായി നൽകിയിട്ടുള്ളത്. സംസ്കാരം നാളെ നടക്കും. ഇന്ന് തന്നെ സാമ്പത്തിക സഹായം അലന്റെ കുടുംബത്തിന് കൈമാറുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.